നമ്മൾ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുതയുണ്ട്. എന്താണെന്ന് അറിയുമോ? നമുക്ക് ഏതു മേഖലയിലാണോ പ്രാവീണ്യമുള്ളത് നമ്മൾ എന്ത് ചെയ്യുക? ആ മേഖലയിൽ കഴിവ് തെളിയിക്കാൻ ശ്രമിക്കുക. ആ മേഖലയിൽ ഒരുപാട് വളരുവാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അതാണ് നമുക്ക് ജീവിതത്തിൽ ഉയരുവാനുള്ളൊരു ഒരു പ്രധാന വഴി കേട്ടോ. ജീവിതത്തിൽ ഒരുപാട് വളർച്ച പ്രാപിക്കാനുള്ള, ജീവിതത്തിൽ ഉയർച്ച പ്രാപിക്കാനുള്ള ഒരു പ്രധാന വഴിയാണത്. കാരണം നിങ്ങൾക്ക് ഏത് മേഖലയിലാണോ കഴിവുള്ളത്, ഏത് മേഖലയിലാണോ നിങ്ങൾ പ്രാവീണ്യമുള്ളത്, ആ മേഖലയിൽ എന്ത് ചെയ്യുക? നിങ്ങൾ കഴിവ് തെളിയിക്കാൻ ശ്രമിക്കുക. ആ മേഖലയിൽ നിങ്ങൾ ഒരുപാട് വളരുവാനായിട്ട് ശ്രമിക്കുക. ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് ആർട്സ് മേഖലയിലാണ് നിങ്ങൾക്ക് കൂടുതൽ പ്രാവീണ്യമുള്ളതെങ്കിൽ നിങ്ങൾ ആ മേഖലയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ കഴിവ് തെളിയിച്ച് ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകുവാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് സംഗീതത്തിലാണ് നിങ്ങൾക്ക് പ്രാവീണ്യമുള്ളതെങ്കിൽ എന്ത് ചെയ്യുക? ആ സംഗീതത്തിൽ നിങ്ങൾ ഒരുപാട് വളരുവാനായിട്ട് ശ്രമിക്കുക. ഇനി നിങ്ങൾക്ക് ടീച്ചിങ്ങിലാണ് നിങ്ങൾക്ക് പ്രാവീണ്യമുള്ളതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ആ ടീച്ചിങ് മേഖലയിൽ ഒരുപാട് വളരുവാനായിട്ട് ശ്രമിക്കുക. അതുപോലെ നിങ്ങൾക്ക് അക്കാഡമിക് ലെവലിലാണ് നിങ്ങൾക്ക് ഒരുപാട് കഴിവുള്ളതെങ്കിൽ ആ മേഖലയിൽ ഒരുപാട് വളരുവാനായിട്ട് ശ്രമിക്കുക. അതുപോലെ നിങ്ങൾക്ക് ഇനി അങ്ങനെ നിങ്ങൾക്ക് ഏത് മേഖലയിലാണോ പ്രാവീണ്യമുള്ളത് ആ മേഖലയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ വളരുവാനായിട്ട് ശ്രമിക്കുക. ആ മേഖലയിൽ നിങ്ങൾ കഴിവ് തെളിയിക്കുക കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ജീവിതത്തിൽ ഒരുപാട് രക്ഷപ്പെടാൻ കഴിയും. ജീവിതത്തിൽ ഒരുപാട് അഭിവൃദ്ധി പ്രാപിക്കുവാൻ കഴിയും. പക്ഷെ നിങ്ങൾക്ക് പ്രാവീണ്യമില്ലാത്തൊരു മേഖലയിൽ നിങ്ങൾ കഴിവ് തെളിയിക്കാൻ ശ്രമിച്ചാൽ എന്ത് ചെയ്യും? ചിലപ്പോൾ എന്ത് ചെയ്യും? പരാജയപ്പെട്ടു എന്ന് വരാൻ കേട്ടോ. വേറെ കാര്യം എന്ന് കരുതി എല്ലായ്പ്പോഴും അങ്ങനെ സംഭവിക്കണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ആ മേഖല, നിങ്ങൾക്ക് പ്രാവീണ്യമില്ലാത്തൊരു മേഖലയിലേക്ക് നിങ്ങൾ പെട്ടെന്ന് ഇറങ്ങിയാൽ എന്ത് ചെയ്യും? ചിലപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ചിലപ്പോൾ പരാജയങ്ങളൊക്കെ ഉണ്ടായേക്കാം കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് മേഖലയിലാണോ നിങ്ങൾക്ക് അഭിരുചിയുള്ളത് നിങ്ങൾ ആ മേഖലയിൽ എന്ത് ചെയ്യുക? കഴിവ് തെളിയിച്ച് ജീവിതത്തിൽ വളരുവാനായിട്ട് ശ്രമിക്കുക. ജീവിതത്തിൽ ഒരുപാട് ഹൈറ്റ്സിലേക്ക് വളരുവാൻ ശ്രമിക്കുക. ഉദാഹരണത്തിന് നിങ്ങൾക്ക് ബിസിനസ്സിലാണ് താല്പര്യം, നിങ്ങൾ ബിസിനസ്സിലാണ് പ്രാവീണ്യമുള്ളത്, നിങ്ങൾ ടീച്ചിങ്ങിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ചിലപ്പോൾ, എല്ലായ്പ്പോഴും അങ്ങനെ ഉണ്ടാവണമെന്നില്ല, ചിലപ്പോൾ എന്ത് ചെയ്യും? പരാജയപ്പെട്ടേക്കാം. അതുകൊണ്ട് ഏത് മേഖലയിലാണോ നിങ്ങൾ പ്രാവീണ്യമുള്ളത് ആ മേഖലയിൽ കഴിവ് തെളിയിച്ച് രക്ഷപ്പെടുവാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ജീവിതത്തിൽ രക്ഷപ്പെടാൻ എങ്ങനെ കഴിയുള്ളൂ? ജീവിതത്തിൽ നന്മകൾ കൊണ്ടും സത്യസന്ധമായ അധ്വാനം കൊണ്ടും മാത്രമേ എന്ത് കഴിയുള്ളൂ? ജീവിതത്തിൽ രക്ഷപ്പെടാൻ കഴിയുള്ളൂ. ഏത് പ്രാവീണ്യമുള്ള മേഖലയായാലും നമ്മൾ എന്ത് ചെയ്യണം? നന്മ കൊണ്ടും സത്യസന്ധമായ അധ്വാനം കൊണ്ടും എന്ത് ചെയ്യുക? ജീവിതത്തിൽ ഒരുപാട് വളരുവാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയെങ്കിൽ ആ വളർച്ചയ്ക്ക് എന്തുണ്ടാവും? ഒരുപാട് മൂല്യമുണ്ടാകുമെന്നാണ് കേട്ടോ. തെറ്റായ മാർഗത്തിലൂടെ ജീവിതത്തിൽ ഒന്നും നേടാൻ പാടില്ല. തെറ്റായ മാർഗത്തിലൂടെ എന്ത് നേടിയാലും എന്ത് ചെയ്യും? അത് വൻ അധപ്പതനത്തിലേക്ക് പോകുന്നതാണ്, അല്ലെങ്കിൽ വൻ അപകടത്തിലേക്ക് പോകുന്നതാണ്. അതുകൊണ്ട് അത് പാടില്ല. ജീവിതത്തിൽ എങ്ങനെ വളരുക? നന്മ കൊണ്ട് വളരുവാൻ ശ്രമിക്കുക. നന്മ കൊണ്ട് വളരാൻ ശ്രമിക്കുക. നന്മകൾ വാക്കിൽ മാത്രം പോരാ, ആ വാക്കിലും പ്രവൃത്തിയിലും എന്തുണ്ടായിരിക്കണം? നന്മയുണ്ടായിരിക്കണം കേട്ടോ. നല്ലത് ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിഞ്ഞാൽ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ മുതൽക്കൂട്ട്. അതുപോലെ തന്നെ നമുക്ക് എന്തുണ്ടായിരിക്കണം? ഹാർഡ് വർക്ക് ചെയ്യാനുള്ളൊരു മനസ്സുണ്ടായിരിക്കണം. നിങ്ങൾ ഏത് മേഖലയിലാണോ നിങ്ങൾക്ക് പ്രാവീണ്യമുള്ളത് ആ മേഖലയിൽ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ കഴിയണം. നിങ്ങൾക്ക് കഴിയണമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ജീവിതത്തിൽ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? വളരുവാൻ കഴിയുള്ളൂ കേട്ടോ. ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച അല്ലെങ്കിൽ ആഗ്രഹിച്ച തൊഴിൽ ചിലപ്പോൾ നമുക്ക് നേടാൻ ലഭിക്കണമെന്നില്ല. എങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഏത് മേഖലയിൽ നിന്നും നമുക്ക് വിചാരിച്ചാൽ നമുക്ക് രക്ഷപ്പെടാനായിട്ട് കഴിയും കേട്ടോ. എപ്പോഴും നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക കേട്ടോ. നല്ല വഴിയിലൂടെ എന്ത് ചെയ്യുക? ജീവിതത്തിൽ സഞ്ചരിക്കുക. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളൊക്കെ ഉണ്ടായേക്കാം. ആ പ്രതിസന്ധികളൊന്നും തളരാതെ നന്മയിലൂടെ എന്ത് ചെയ്യുക? മുന്നോട്ട് പോകുക.